ഞാൻ ജോർജ് കണ്ണംപ്ലാക്കൽ MCBS സഭയിൽപ്പെട്ട ദിവ്യകാരുണ്യ മിഷണറി സഭയിൽപ്പെട്ട വൈദികനാണ്. ഞാൻ വൈദികനായിട്ട് ഏകദേശം 30 വർഷങ്ങൾ കഴിഞ്ഞു. എൻ്റെ ശുശ്രൂഷ മേഖലകൾ ആദ്യ ഒരു വർഷം ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ അതിരമ്പുഴ ഇടവകയിൽ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം സ്നേഹബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കൽ അച്ഛൻ തുടങ്ങിയ MCBS സഭാംഗമായ അച്ഛൻ തുടങ്ങിയ ആകാശപ്പറവുകളുടെ കൂട്ടുകാരെന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂർ ജില്ലയിലെ പീച്ചിക്കടുത്തുള്ള ചെന്നായിപ്പാറ ആശ്രമത്തിലാണ്, ദിവ്യഹൃദയാശ്രമത്തിലാണ് എൻ്റെ ഏകദേശം 27 വർഷങ്ങൾ ഞാൻ ചെലവഴിച്ചത്. തുടർന്ന് ഇപ്പോൾ പുതുക്കാടടുത്തുള്ള തൃശ്ശൂർ പുതുക്കാടടുത്തുള്ള ചെങ്ങാലൂർ കാരുണ്യ നികേതനിൽ ശുശ്രൂഷ ചെയ്തു വരുന്നു. എനിക്ക് പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചതിന് ശേഷം ഉള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്, ആ ഒരു അനുഭവത്തിലേക്ക് നയിക്കുന്നത് തീർച്ചയായിട്ടും വേദപാഠ ക്ലാസ്സുകളിൽ ആദ്യ കുർബാന സ്വീകരണത്തിന് എന്നെ പരിശീലിപ്പിച്ച അധ്യാപകർ വഴി ലഭിച്ച ഒരു വലിയൊരു ബോധ്യമാണ്. അന്ന് അവർ പറഞ്ഞു തന്നത്, ഈശോയെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ദിവ്യകാരുണ്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈശോ പിന്നെ നമ്മുടെ കൂടെ നിരന്തരം ഉണ്ടാകും. നമ്മുടെ ഉള്ളിലായിരിക്കുന്ന ഈശോ പിന്നെ നമ്മൾ കടന്നു പോകുന്ന വഴികളിലെല്ലാം നമ്മുടെ കൂടെയായിരുന്ന നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞു തന്ന് നമ്മെ വഴി നടത്തും എന്നാണ്. എന്നെ സംബന്ധിച്ച് അതിനുശേഷമുള്ള എൻ്റെ തുടർന്നുള്ള ജീവിത വഴികളിലെന്നും എൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ഈശോ യഥാസമയത്ത് ഓരോ സന്ദർഭത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞു തന്ന് നയിക്കുന്നത് പോലെയുള്ള ഒരനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അത് എല്ലാ സാഹചര്യങ്ങളിലും, ഞാൻ ഏതാണ്ടൊരു 30 വർഷമായിട്ട് വാഹനം ഓടിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ വാഹനം ഓടിക്കുമ്പോൾ സാധാരണ ഞാൻ വാഹനത്തിൽ പ്രവേശിച്ച് ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഓടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പറയുന്നൊരു കാര്യം, ഈശോയെ, ഞാൻ കടന്നു പോകുന്ന വഴികളിൽ എനിക്ക് മുൻപും പിൻപും ഇടതും വലതും യാത്ര ചെയ്യുന്ന യാത്രക്കാരെയും വാഹനങ്ങളെയും സംരക്ഷിച്ചു കൊള്ളണമേ, ഒപ്പം എൻ്റെ വാഹനത്തെയും സംരക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വാഹനം എടുക്കാറുള്ളത്. എനിക്കറിയാവുന്നൊരു കാര്യം, ഈ ഇത്രയും വർഷങ്ങളായിട്ട് എന്നെ സംബന്ധിച്ച് ഞാനൊരു അപകടത്തിൽപ്പെട്ടിട്ടില്ല. അതുമാത്രമല്ല, ഒരു അപകടം നടന്ന് മറ്റാർക്കും ദോഷകരമായതൊന്നും സംഭവിച്ചും ഇന്നേവരെ കണ്ടിട്ടില്ല. ഇനി അതുപോലെ തന്നെ പലപ്പോഴും ഞാൻ ഓരോ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും യാത്ര പോകുമ്പോൾ എനിക്ക് എത്തിച്ചേരേണ്ട സ്ഥലത്തെക്കുറിച്ചോ പോകേണ്ട വഴികളെക്കുറിച്ചോ ഒരു വ്യക്തതയും ഇല്ലെങ്കിലും ഞാൻ എത്തേണ്ട ലക്ഷ്യത്തിൽ കൃത്യമായിട്ട് എന്നെ എത്തിച്ച ഓർമ്മകളാണ് എനിക്കുള്ളത്. അതിൽ ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിച്ചെടുക്കുന്നത്, കോവിഡ് ബാധിച്ച കാലത്ത് ഇതേപോലെ വളരെ ഗുരുതരമായൊരവസ്ഥയിൽ ആശ്രമത്തിലെ ഒരു സഹോദരി ആശുപത്രിയിൽ അഡ്മിറ്റായി. അവരുടെ സ്ഥിതിഗതികൾ വളരെ അപകടകരമായ അവസ്ഥയിലായതുകൊണ്ട് തന്നെ ഡോക്ടർ അറിയിക്കാനുള്ളവരെ അറിയിച്ചോളാൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ആളിൻ്റെ സഹോദരൻ്റെ മക്കൾ താമസിച്ചിരുന്ന ഒരു ഏരിയ, ഞാൻ അവിടെ ഒരിക്കലും പോയിട്ടില്ല, സ്ഥലം എനിക്ക് നിശ്ചയമില്ല. അപ്പോൾ പുലർച്ചെ തന്നെ ഞാൻ വാഹനമെടുത്ത് അവിടേക്ക് പോയി. അപ്പോൾ അവിടെ ഏകദേശം ആ ഒരു ദിക്ക് അറിയാമെന്നല്ലാതെ എനിക്ക് ആ ഏരിയയെക്കുറിച്ചൊരു അറിവുമില്ല. ഇതേപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, എങ്ങനെ സ്ഥലം കണ്ടെത്തും, ആ എത്തേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് എത്തിച്ച് അവരെ വിവരം അറിയിക്കാൻ അങ്ങ് തന്നെ വഴി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് പോയത്. ആ ഒരു ഏരിയയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ യാദൃശ്ചികമായിട്ട് അതിലെ നടന്നു പോയ 2 വ്യക്തികളെ കാണാനിടയായി. അവരോട് ഇങ്ങനെ ഏകദേശമൊക്കെ ആളിൻ്റെ പേരും ഒക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയാണ്, നിങ്ങളൊരല്പം മുമ്പോട്ട് പോന്നു, ഇതിൻ്റെ കുറച്ച് പിന്നിലേക്ക് നീങ്ങിയിട്ട് ഇടതുവശത്തേക്ക് തിരിയുന്ന വഴിയിൽ അങ്ങ് കടന്നു കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത് തന്നെ ഇടതുവശത്ത് ആദ്യം കാണുന്ന വീടാണ് അവരുടെ ഇതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒന്ന് ഈ സംസാരിച്ച ആളുകൾ ആരാണെന്നറിയില്ല, അവരെക്കുറിച്ചൊരു വ്യക്തതയില്ല.
അത് കഴിഞ്ഞ് ഈ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ അവിടെ കയറി ഇവരോട് വിവരം പറഞ്ഞു. പുറത്തിറങ്ങി ഞങ്ങൾ ആ പരിസരത്തൊക്കെ നോക്കി ഈ പറഞ്ഞ ആളുകൾ അവിടെ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. ഒരു പിടി അവരെ എങ്ങും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇത് എൻ്റെ ഒരു ഒറ്റപ്പെട്ട അനുഭവമല്ല. ഇതുപോലെ ഏത് രാത്രിയുടെ യാമങ്ങളിലാണെങ്കിലും ഏത് വഴിക്ക് പോയാലും തക്ക സമയത്ത് അവിടെ സഹായിക്കാൻ ഒരാളെ ദൈവം ക്രമീകരിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഉള്ളിൽ വസിക്കുന്ന ഈശോ നമ്മളെ ഇങ്ങനെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരനുഭവമാണ് തുടർന്നുള്ള ഇന്നോളം എൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ വളരെ സങ്കീർണമായ ചില സാഹചര്യങ്ങളിലും ഈ കൂടെ വസിക്കുന്ന ഈശോ നമുക്ക് പറഞ്ഞു തരും നമ്മൾ എങ്ങനെയാണ് ഒരു സന്ദർഭത്തെ അഭിമുഖീകരിക്കേണ്ടത് എന്ന്. ഞാനിതുപോലെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ആശ്രമത്തിലെ അംഗമായിരുന്ന ഒരു സഹോദരന്, നല്ല പ്രായമുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇതേപോലെ തന്നെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹം വയ്യാതായിട്ട് സുഖമില്ലാത്ത രീതിയിൽ കാണപ്പെട്ടു. പറമ്പിൽ ഒരു സ്ഥലത്തിരിക്കുന്നതായിട്ടാണ്. ഞാൻ അദ്ദേഹത്തെ സമീപിച്ച് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആളിന് തീരെ വയ്യ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ആളിനെ കുറച്ചുകൂടെ അടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ആളിൻ്റെ മുഖത്ത് എന്തോ സംഗതികൾ, തരി പോലെ എന്തോ സാധനങ്ങൾ പറ്റിയിരിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, അപ്പോൾ കണ്ടത് എനിക്ക് സംശയം തോന്നിയപ്പോൾ പുരുടാൻ പോലെയുള്ള സംഭവമാണ്. അപ്പോൾ ഞാൻ ആളോട് ചോദിച്ചു, നിങ്ങളിത് കഴിച്ചോ? അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ കുറച്ച് കഴിച്ചു, ബാക്കി എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവാണ്. ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആൾ മരണപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞ് ആളിൻ്റെ ബോഡി പരിശോധനയ്ക്ക് പോലീസ് വന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ആളിൻ്റെ പോക്കറ്റിൽ ഒരു നോട്ട് ബുക്കിൻ്റെ കടലാസിൽ നീണ്ട ഒരു ലെറ്ററുണ്ട്. ആ ലെറ്ററിലുള്ള കാര്യങ്ങൾ മുഴുവൻ തന്നെ എനിക്കെതിരെയുള്ള ആരോപണങ്ങളാണ്. ഞാൻ അദ്ദേഹത്തെ മരുന്ന് തന്ന് ക്രൂരമായി പീഡിപ്പിച്ചു, ഇങ്ങനെ കുറേ ആരോപണങ്ങളാണ്. അപ്പം ഞാൻ വാസ്തവത്തിൽ ആശ്ചര്യപ്പെട്ടു. കാരണം ഞാൻ ഇന്നേ വരെ ആ മനുഷ്യനുമായിട്ട് ഇടയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരു തരത്തിൽ ആളോട് ഒരു ശത്രുത ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നെ എന്താണ് അങ്ങനെ? അത് കഴിഞ്ഞ് ഈ ബോഡി പരിശോധനയ്ക്ക് ശേഷം ഞാൻ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൂടെ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പക്ഷേ എൻ്റെ മനസ്സ് വളരെ ശാന്തമായിരുന്നു. എനിക്ക് വലിയ അസ്വസ്ഥതയൊന്നും തോന്നിയില്ല. കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ SI എന്നോട് ചോദിച്ചു, എന്താ അച്ഛനെക്കുറിച്ച് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്, എന്താ അടിസ്ഥാനം? അപ്പം അപ്പോൾ എനിക്ക് പറയാൻ തോന്നിയ കാര്യം ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഇരിക്കാം, സാറ് ആശ്രമത്തിലേക്ക് പോയിട്ട് അവിടെയുള്ളവരോടും ചുറ്റുപാടുള്ളവരോടും എന്നെക്കുറിച്ച് ചോദിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഉചിതമായ നടപടിയെടുക്കാം. കാരണം എനിക്ക് അപ്പോൾ പറയാൻ എൻ്റെ ഉള്ളിൽ കിട്ടിയ പ്രേരണ ഇങ്ങനെയാണ്. കാരണം അല്ലാണ്ട് സാറേ തെറ്റുപറ്റിപ്പോയെന്നോ അബദ്ധം പറ്റിപ്പോയെന്നോ ഞാൻ അങ്ങനെ വേറെ ഒരു ന്യായീകരണങ്ങൾ പറയാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ പറഞ്ഞത് ഇപ്രകാരമാണ്. പിന്നീട് കാര്യം ശരിയാണ്, അന്വേഷണങ്ങളൊക്കെ നടത്തി. അതിൽ പ്രത്യേകിച്ച് അടിസ്ഥാനങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആളൊരു സംശയ മനസ്ഥിതിക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. എന്ത് സാധനം കൊടുത്താൽ ആൾ ആദ്യം അത് ഇതിനകത്ത് കൈവശം തന്നിട്ടുള്ളതാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു. അത് കഴിഞ്ഞ് ആ വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ വന്ന് അത് സാക്ഷ്യപ്പെടുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഉള്ളിലുള്ള ഈശോ നമ്മുടെ ജീവിത വഴികളുടനീളം ഇങ്ങനെ കൂടെ നടന്ന് സംരക്ഷിക്കുന്ന, പരിപാലിക്കുന്ന അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഇന്നോളം എനിക്കുള്ളത്. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ,
പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. വിശുദ്ധ കുർബാനയ്ക്ക് ഒരുപാട് പ്രാധാന്യം തന്ന് വളർത്തിയതാണ് എന്നെ എൻ്റെ മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കുർബാന ഏതെങ്കിലും കാരണവശാൽ ഇല്ലെങ്കിൽ അടുത്തുള്ള ദേവാലയത്തിൽ പോകാൻ പറഞ്ഞ് എൻ്റെ അമ്മ പറഞ്ഞു വിടുമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുപാട് സ്വാധീനം ഉണ്ടായിരുന്നു. ഞാൻ സാധാരണ രീതിയിൽ എനിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇരുന്ന് ഒരുങ്ങാതെ വിശുദ്ധ കുർബാനയിലേക്ക് ഞാൻ പ്രവേശിക്കാറില്ല. ഒന്ന്, ഞാൻ പ്രവേശിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ബഹുമാനം അത് എൻ്റെ ഉള്ളിൽ ആഴത്തിലുള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും അവിടെ പ്രവേശിക്കാൻ ഞാനെന്ന വ്യക്തി എന്ന രീതിയിൽ യോഗ്യനല്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ കുറവുകളെയും നിസ്സാരതകളെയും ഏറ്റുപറഞ്ഞ് ഒരുങ്ങിയതിന് ശേഷം മാത്രമേ വിശുദ്ധ കുർബാനയ്ക്ക് പ്രവേശിക്കാറുള്ളൂ. ഇനി എന്നെ സംബന്ധിച്ച് വിശുദ്ധ കുർബാന ഒരു മണിക്കൂറോ 1.25 മണിക്കൂറോ 1.5 മണിക്കൂറോ നീണ്ടു നിൽക്കുന്ന ഒരു അനുഷ്ഠാനം ആയിരുന്നില്ല. അതിനേക്കാൾ അപ്പുറം ഞാൻ ഏറ്റെടുത്ത ശുശ്രൂഷയുടെ ഭാഗമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം എന്നെ സംബന്ധിച്ച് ഈശോയോടൊപ്പം ബലിയിൽ സമർപ്പിച്ച് ഈശോ ഓരോ സാഹചര്യങ്ങളും സന്ദർഭങ്ങളിലും എങ്ങനെ എപ്രകാരം പെരുമാറിയോ ആ ഈശോയോട് താതാത്മ്യപ്പെടാനുള്ള ഒരു സന്ദർഭമായിരുന്നു എന്നെ സംബന്ധിച്ച് വിശുദ്ധ കുർബാന. അതുകൊണ്ട് തന്നെ ഈശോയോടൊപ്പം കാലിത്തൊഴുത്തിൽ ആരംഭിച്ച് കാൽവരിയിൽ പൂർത്തിയാക്കുന്നതിനിടയിൽ ഈശോ കടന്നുപോയ എല്ലാ സന്ദർഭങ്ങളിലേക്കും വിശുദ്ധ ബലി എന്നെയും എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ആ അനുഭവത്തിൽ നമ്മളെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് സമർപ്പിച്ച് അത് കഴിഞ്ഞ് നാം അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ ഈശോ തന്നെ മുറിച്ച് പങ്കുവച്ചു എന്നതുപോലെ മുറിപ്പെടുത്തുന്ന അനുഭവങ്ങളാകാം, ചിലപ്പോൾ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാകാം. എല്ലാവരും ഉപേക്ഷിച്ച് കുരിശിൻ്റെ കാൽവരി മലയിൽ കുരിശിൽ കിടക്കുമ്പോൾ ഒറ്റപ്പെട്ട് ഏകാന്തതയിൽ പിതാവേ, എൻ്റെ പിതാവേ, അങ്ങ് എന്നെ കൈവെടിഞ്ഞോ എന്ന് നിലവിളിച്ചപേക്ഷിക്കുന്ന യേശുവിനെ പോലെ എല്ലാവരും ചിലപ്പോൾ തള്ളിക്കളഞ്ഞതോ ഒറ്റപ്പെടുത്തിയതോ മാറി നിന്നതോ ആയ സാഹചര്യങ്ങൾ നമ്മളും കടന്നു പോകാം. എന്നാൽ ഇങ്ങനെയുള്ള ഏത് സാഹചര്യം അഭിമുഖീകരിച്ചാലും ഇവയെല്ലാം ഈശോയോടൊപ്പം പങ്കുചേരാനുള്ള അവസരമാണ് എന്ന് കണ്ടുകൊണ്ട് അവയെ നമ്മൾ സ്വീകരിക്കുകയും ഓരോ വിശുദ്ധ ബലിയിലും നാം അർപ്പിക്കുന്ന വിശുദ്ധ ബലിയിൽ നമ്മുടേതായ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും തുറന്ന് സമർപ്പിക്കുകയും ചെയ്താൽ ഓരോ ബലിയും വിട്ടിറങ്ങുമ്പോൾ വലിയ സമാധാനത്തോടും ആശ്വാസത്തോടും കൂടി നമുക്ക് ജീവിതത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ കഴിയും. മറ്റൊന്ന്, അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ടും ഞാൻ കുറേ സമയം സ്വസ്ഥമായി ഇരിക്കാറുള്ളത് ഒന്ന്, ആ ജീവിതത്തിൻ്റെ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഈശോയെ ഏൽപ്പിക്കുക എന്ന നിയോഗം നിറവേറ്റാനാണ്. അതോടൊപ്പം തുടർന്നു പോകുന്ന വഴികളിൽ ഞാൻ തനിയല്ല, ഈശോ എൻ്റെ കൂടെയുണ്ട്. ഒപ്പം തന്നെ വചനം വായിച്ച് കുറേയധികം വചനഭാഗങ്ങൾ വായിച്ച് ആ ഓരോ വചനവും എനിക്ക് ജീവിക്കാനുള്ള ജീവിത വഴിയിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങൾക്ക് എനിക്ക് ബലവും കരുത്തുമാകാനുള്ള വചനങ്ങളാവാം. ആ വചനങ്ങൾ വായിച്ച് അതോടൊപ്പം തന്നെ സാധാരണ രീതിയിൽ ഞാൻ ക്രിസ്ത്യാനികരണം ആ പുസ്തകം എൻ്റെ പ്രാർത്ഥനാ പുസ്തകങ്ങൾക്കൊപ്പം വയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ മാർ അബ്രഹാമിൻ്റെ ആധ്യാത്മിക പ്രേമം എന്ന പുസ്തകവും ഇതിൽ നിന്നും കുറേ ഭാഗങ്ങൾ വായിക്കും. അവയെല്ലാം നമുക്ക് നൽകുന്ന എന്തെങ്കിലും ഒരു സന്ദേശം ആ ദിവസത്തിലേക്കുണ്ടാകും. അങ്ങനെ എല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചിട്ട് ഒരു ജീവിത വഴിയിലേക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിലേക്കും കടമകളിലേക്കും കടക്കുമ്പോൾ ബാക്കിയുള്ളത് ഒന്നും ഞാനല്ല ചെയ്യുന്നത്, യേശുവാണ് ചെയ്യുന്നത് എന്ന
ഉത്തമമായ ബോധ്യം എനിക്കുണ്ട്. കാരണം ഞാൻ ജീവിച്ചിരുന്നത് ഒരുപാട് മനുഷ്യർ 400-450 ആളുകൾ താമസിച്ചിരുന്ന ഒരു സ്ഥലത്താണ്. എന്നെ സംബന്ധിച്ച് അവരുടെ ശുശ്രൂഷകളിൽ ഏർപ്പെടുക എന്ന കാര്യം മാത്രമാണ് ഞാൻ ചെയ്തിരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ കൂടെ വസിക്കുന്ന ഈശോ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളും താമസ സൗകര്യങ്ങളുടെ പരിമിതികളും എല്ലാം അലട്ടിയിരുന്ന സാഹചര്യങ്ങളിലും കർത്താവിൻ്റെ പരിപാലനയാൽ ആ ഭവനത്തിലേക്ക് കടന്നു വരുന്ന ആരെയും തള്ളിക്കളഞ്ഞിട്ടില്ല. കർത്താവ് നയിച്ചു വരുന്നതാണ് എങ്കിൽ അവരെ പരിപാലിക്കാനുള്ള വഴി കർത്താവ് ക്രമീകരിച്ചിരിക്കും. ഞാൻ അവരെ ശുശ്രൂഷിക്കുക, പരിചരിക്കുക എന്ന നിയോഗം മാത്രം ചെയ്താൽ മതി എന്ന ഉത്തമ ബോധ്യത്തോടെ എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ഏർപ്പെട്ടിരുന്നു. മറ്റെല്ലാ കാര്യങ്ങളും, എത്ര സങ്കീർണമായ കാര്യങ്ങളും എത്ര വലിയ ആവശ്യങ്ങളാണെങ്കിലും അവയെല്ലാം ഈശോ തന്നെയാണ് നിറവേറ്റിയിരുന്നത്. മറ്റൊന്ന്, ഞാനൊരു നീണ്ട ലിസ്റ്റ് അൾത്താര വേദിയിൽ, അൾത്താര മേശയിൽ, വിരിക്കുള്ളിൽ പതിവായിട്ട് സൂക്ഷിച്ചിരുന്നു. അത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഉത്തരവാദിത്തങ്ങളുടെ ഞാൻ നിറവേറ്റാനുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങളുടെ ലിസ്റ്റുകളിൽ പറഞ്ഞിരിക്കുന്ന ഓരോന്നോരോന്നായിട്ട് കർത്താവ് നിറവേറ്റി തരുമ്പോൾ ഞാനത് ടിക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ കർത്താവിൻ്റെ മുമ്പിൽ ഒരു വിശുദ്ധ ബലിയിൽ സമർപ്പിച്ച ഒരു കാര്യങ്ങളും എനിക്ക് സാധിക്കാതെ പോയിട്ടില്ല. അപ്പോൾ ഇതേപോലെ നാം അർപ്പിക്കുന്ന വിശുദ്ധ ബലി ഈശോയോടൊപ്പം ഈശോ പ്രകടമാക്കിയ ഈശോയുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായ നന്മകളിലെല്ലാം നമ്മളും പങ്കുചേർന്ന് ജീവിക്കാനാണ്, ആ ജീവിതത്തിന് വേണ്ട ഊർജവും ശക്തിയും പകരാനാണ് നമ്മൾ വിശുദ്ധ ബലിയിൽ പങ്കുചേരുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ഈശോയോടൊപ്പം അത് കഴിഞ്ഞ് ഈശോ ജീവിച്ചതുപോലെ ജീവിക്കാൻ നമുക്കും കഴിയും. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടുന്നു ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ സംബന്ധിച്ച് ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളോ പ്രതികൂലതകളോ നിറഞ്ഞ സാഹചര്യങ്ങളിൽ അഭയം തേടുന്നത് ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലാണ്. ഞാനത് പറയാൻ കുറേ ഓർമ്മകൾ എൻ്റെ മുമ്പിലുണ്ട്. ഒന്ന്, ഞാൻ ഓർക്കുന്നത് നമ്മളെല്ലാം ഓരോ രീതിയിൽ നമ്മളെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ്. എൻ്റെ ചെറുപ്പത്തിൽ വളരെ ശക്തമായ മഴയുടെ ഒരു കാലഘട്ടത്തിൽ അതിശക്തമായ കാറ്റും മഴയും ആഞ്ഞടിച്ച് ഞങ്ങളുടെ ചെറിയ വീട്, ആ വീട് കാറ്റെടുത്തുകൊണ്ട് പോവുമോ എന്ന് സംശയിക്കത്തക്ക അവസ്ഥയിൽ ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ അമ്മ ഞങ്ങൾ കുഞ്ഞുങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് തിരുഹൃദയത്തിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ പോയി ദൈവത്തെ വിളിച്ച് ഈശോയെ നിലവിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിച്ച ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മാനുഷികമായിട്ട് പരിഹരിക്കാൻ കഴിയാത്ത എല്ലാ സാഹചര്യങ്ങളിലും ഞാനും പോയിട്ടുള്ളത് ഈശോയുടെ അരികിലേക്ക് തന്നെയാണ്. 1-2 സന്ദർഭങ്ങൾ ഞാൻ ഓർക്കുന്നത്. ഒരിക്കലവിടെ ഞാൻ ചെന്നായിപ്പാറ ആശ്രമത്തിലായിരിക്കുമ്പോൾ ഒരു യുവാവ് കുറച്ച് മാനസിക നില വളരെയധികം തെറ്റിയ ആളാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിയന്ത്രിക്കാൻ ആളിനെ ബുദ്ധിമുട്ടുമാണ്. ഒരു ദിവസം ആൾ വളരെ അങ്കലാപ്പുണ്ടാക്കുന്ന രീതിയിൽ അക്രമവാസനയോടുകൂടി എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ണിൽ കാണുന്ന സാധനങ്ങളെല്ലാം എടുത്ത് എറിയുന്നു, അലറി നിലവിളിക്കുന്നു. ഇങ്ങനെ ആകെക്കൂടെ എല്ലാവരും പേടിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പം ഞാൻ ആളിനെ കയ്യെ പിടിച്ച് കൂട്ടിക്കൊണ്ട് ഞാൻ പ്രാർത്ഥനയ്ക്കിരിക്കുന്ന ചെറിയൊരു ചാപ്പലുണ്ട്.
ആ ചാപ്പലിലേക്ക് കൊണ്ടുപോയി ഞാനിരിക്കുന്നതിൻ്റെ അടുത്ത് ഇവനെയും ഇരുത്തി. എന്താണേലും അത്രയും നേരം അക്രമവാസന പ്രകടമാക്കി അലങ്കോലപ്പെടുത്തി അലറി നിലവിളിച്ചിരുന്ന ആ ചെറുപ്പക്കാരന് ഞാൻ ഇരുന്ന അത്രയേ സമയം ശാന്തമായി സ്വസ്ഥമായി എൻ്റെ അരികിലിരുന്നു. അവൻ ഒരു വാക്കുപോലും സംസാരിച്ചില്ല. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴും ആൾ ശാന്തനായിരുന്നു. ഇതേപോലെ 2018 വലിയ വെള്ളപ്പൊക്ക കാലഘട്ടത്തിൽ ഞാൻ താമസിച്ചിരുന്ന ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ അക്കര ഒരു വലിയ മലയാണ്. അവിടെ പലയിടത്തും ഉരുള് പൊട്ടുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. ചെറുതായിട്ട് ഉരുള് പൊട്ടിയ അവസ്ഥയുണ്ടായിരുന്നു. ആ കോരിച്ചൊരിയുന്ന മഴയിൽ അതിൻ്റെ താഴ്വാരത്ത്, ഈ മലയുടെ താഴ്വാരത്തിൽ സമതലത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്നത് കുട്ടികളുടെ ഭവനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ട് ആ രാത്രിയിൽ ഞാൻ ചെലവഴിച്ചത് ഈ ചാപ്പലിലാണ്. കാരണം ചാപ്പലിരിക്കുമ്പോൾ എനിക്ക് പുറത്തുള്ള കാര്യങ്ങളൊന്നും കുട്ടികളുടെ ആശ്രമങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ ആ ദിവസങ്ങളിൽ വളരെ ശക്തമായ മഴയും കാറ്റും തകർത്ത് വീഴുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കർത്താവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അത് ചെയ്തതിൻ്റെ നിമിത്തം എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പത്തിൽ ഇതേപോലെ സാഹചര്യം അപകരിച്ചപ്പോൾ എൻ്റെ അമ്മ ചെയ്തത് ഇത് തന്നെയാണ്. ഈശോയുടെ അരികിൽ അഭയം പ്രാപിക്കുകയാണ്. എന്താണെങ്കിലും അങ്ങനെ ആ രാത്രികൾ കടന്നുപോയി. ആശ്രമത്തിനോ ആശ്രമത്തിലുള്ള മക്കൾക്കോ ഒരു അപകടവും സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഞാനിത് പറഞ്ഞു വരുന്നത്, ഇതുപോലെ എത്ര സങ്കീർണമായ സാഹചര്യങ്ങളും നമുക്ക് മാനുഷികമായിട്ട് ഉത്തരം കണ്ടെത്താൻ പറ്റാത്ത സന്ദർഭങ്ങൾ വരുമ്പോൾ ഈശോയുടെ അരികിലേക്ക്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആണ് നമ്മൾ പോകുന്നതെങ്കിൽ, പ്രത്യേകിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം ഏറ്റവും പ്രകടമായിട്ട് നമുക്ക് മുമ്പിലുള്ള ദേവാലയത്തിൽ ചെന്ന് അവിടെ കർത്താവിൻ്റെ മുമ്പിൽ നാം അഭിമുഖീകരിക്കുന്ന ജീവിത പ്രശ്നങ്ങൾ എത്ര ഗുരുതരം എത്ര സങ്കീർണവുമാണ് എങ്കിലും അവ തുറന്ന് പറഞ്ഞ്, ഒപ്പം കർത്താവ് നമുക്ക് ഉത്തരമായിട്ട് പലപ്പോഴും നൽകുന്നത് വചനങ്ങളിലൂടെയാണ്. ആ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണ് ഈശോ ഉത്തരം തരുന്നത്. അത് പലപ്പോഴും എനിക്ക് വ്യക്തമായിട്ട് ഞാൻ തല പൊട്ടിപ്പോകുന്ന പോലെ എന്നെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ എങ്ങനെ പരിഹരിക്കുമെന്ന് അറിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ അലട്ടിയപ്പോൾ അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ പോയിരിക്കുന്നു. അപ്പോൾ കർത്താവ് കൃത്യമായിട്ട് ചില വചനഭാഗങ്ങൾ എടുത്തു വായിക്കുവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആ വചനഭാഗങ്ങൾ എടുത്തു വായിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഞാൻ തേടുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തന്നെയായിരിക്കും. എൻ്റെ അനുഭവം ഇതേപോലെ എത്ര സങ്കീർണമായ സാഹചര്യത്തിൽ മാനുഷികമായിട്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ നിസ്സഹായതയോടുകൂടി നോക്കിയിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെയും ഈശോയുടെ സന്നിധിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവിൻ്റെ ആലയത്തിൽ ചെന്ന് അഭയം തേടിയ നിശ്ചയമായിട്ടും നാം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമുക്ക് കഴിയും. ഇത് എൻ്റെ ഉത്തമമായ ബോധ്യമാണ്. ആരാധിക്കാം, പാട്ടുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. ഞാൻ എൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ വലിയ ആഗ്രഹങ്ങളെല്ലാം ദേവാലയവുമായിട്ട് ചുറ്റിപ്പറ്റിയതായിരുന്നു. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഈ ദേവാലയ ശുശ്രൂഷകനാവുക, ഓൾട്ടർ ബോയ് ആവുക, അതുപോലെ തന്നെ ഗായക സംഘത്തിൽ ചേർന്ന് പാട്ട് പാടുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എനിക്ക് അവസരം കിട്ടിയിട്ടില്ല, നടന്നില്ല. എന്നാൽ മറ്റൊരു കാര്യം, ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഞാനൊരു സങ്കല്പ ലോകത്തായിരിക്കും. ഞാൻ എന്നെ തന്നെ അൾത്താരയിൽ ബലിയർപ്പിക്കുന്ന അച്ഛൻ്റെ സ്ഥാനത്ത് അങ്ങ് പ്രതിഷ്ഠിക്കും. എന്നിട്ട് ഞാനാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങ് സങ്കല്പിക്കും. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നുകൊണ്ട് തന്നെ എൻ്റെ SSLC പഠനത്തിന് ശേഷം അടുത്ത വഴി എന്ത് എന്ന് എനിക്കൊരു ആശങ്കയുടെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ദിവ്യകാരുണ്യ മിഷണറി സഭയിൽ തന്നെ അംഗമായി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുത്ത്
വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിത ശൈലി നയിക്കാൻ വൈദികർ സ്വയം സന്നദ്ധരാവുകയും അതേ ശൈലിയിലേക്ക് ഒരു സമൂഹത്തെ മുഴുവനും, സഭാസമൂഹത്തെ മുഴുവനും ഒരുക്കുന്ന ജീവിത ശൈലിയും ചൈതന്യവുമായിരുന്നു ഈ സഭയുടേത്. അതിലെന്നെ ഒരുപാട് ആകർഷിച്ച ഈ സഭയിലെ തന്നെ ഏതാനും വൈദികരുണ്ട്. ഒന്ന് ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കലച്ചൻ ദൈവത്തോട് ചേർന്ന് മണിക്കൂറുകൾ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ എടുത്തും ദൈവസന്നിധിയിൽ ചെലവഴിച്ചും അതിനുശേഷം മനുഷ്യരുടെ ഇടയിലേക്ക് അതേ ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവയ്ക്കാൻ ഇറങ്ങിയ ജോർജ് കുറ്റിക്കലച്ചൻ. അതുപോലെ തന്നെ ആണ് മറ്റൊരു വൈദികൻ ജോർജ് കരിന്തോളിലച്ചന്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് മണിക്കൂറുകൾ, പ്രത്യേകിച്ച് എല്ലാവരും വിശ്രമിക്കാൻ പോയതിന് ശേഷവും ഞാൻ നോക്കുമ്പോൾ പലപ്പോഴും അച്ഛന് ദേവാലയത്തിൽ തന്നെ ഇരിപ്പുണ്ടാകും. 11 മണി കഴിഞ്ഞാലും 12 മണിയായാലും പലപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ അച്ഛനിങ്ങനെ ഇരിക്കുന്നത് കാണാം. അച്ഛനിങ്ങനെ ചമ്രം പടിഞ്ഞ് നിലത്തിരിക്കുകയുള്ളൂ. എനിക്കറിയാം ഈ വൈദികരുടെ അടുത്ത് ആയിരക്കണക്കിന് ആളുകളാണ് അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം നിറഞ്ഞ സാഹചര്യങ്ങളിൽ വന്ന് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചും എനിക്ക് പരിഹരിക്കാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ, ഞെരുക്കങ്ങളിൽ ഞാൻ ഈശോയുടെ അടുക്കൽ തന്നെയാണ് അഭയം തേടിയിട്ടുള്ളത്. ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നത് ചെന്നായിപ്പാറ ആശ്രമത്തിലായിരിക്കുമ്പോൾ ഒരു ദിവസം അവിടുത്തെ സാധനങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു, നിത്യോപയോഗ സാധനങ്ങളെല്ലാം കഴിഞ്ഞു, സാമ്പത്തികമായിട്ട് ഒരു മാർഗവുമില്ല. അപ്പോൾ ആ ദിവസം ഞാൻ വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം അന്ന് ഇറങ്ങാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കർത്താവിനോട് പറഞ്ഞു. ഞാനിങ്ങനെ എനിക്ക് ഇപ്പോൾ ആ ഭവനത്തിലുള്ള ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടതൊന്നുമില്ല, എന്തെങ്കിലും വഴി കണ്ടെത്തി തരണം. അത് കഴിഞ്ഞ് ഞാൻ അന്ന് പകലന്തിയോളം ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങി, പല വീടുകളിൽ കയറി ഇറങ്ങി. എന്നാൽ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ കുടുംബനാഥൻ ഒരുപാട് സമയം എന്നോട് സംസാരിച്ചു. എന്നിട്ട് ആൾ പല കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്, പക്ഷേ ഞാനൊരു സ്ഥലത്ത് ചെന്ന് കണ്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ ചെയ്യൂ. ആ വീട്ടിലാണ് ഞാൻ ഒരുപാട് സമയം ചെലവഴിച്ചത്. ഇതെല്ലാം കഴിഞ്ഞെങ്കിലും ആൾ എന്നെ വെറും കൈയോടെ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞു പോയി. അപ്പോൾ അന്ന് പകലന്തിയോളം വാസ്തവത്തിൽ ഞാൻ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കയറി ഇറങ്ങിയെങ്കിലും എനിക്ക് ലഭിച്ചത് വളരെ തുച്ഛമായ കുറച്ച് സാധനങ്ങളും വളരെ പരിമിതമായ പണവുമാണ്. എന്നാൽ അന്ന് വൈകുന്നേരമായപ്പോൾ ഒരു സന്ധ്യാസമയത്ത് ഒരു വാഹനം അവിടേക്ക് വന്നു. ആ വാഹനത്തിൽ വന്നത് എന്നെ ഒരുപാട് സമയം ഇരുത്തി വധിച്ചു എന്ന് ഞാൻ ചിന്തിച്ച ഈ മനുഷ്യനായിരുന്നു. അദ്ദേഹം വാഹനം അടുക്കളയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അടുക്കളയിലൊക്കെ കയറി നോക്കി, സ്റ്റോറിലൊക്കെ കയറി നോക്കി. അവിടെ എല്ലാം കാലിയായിട്ട് കിടക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞ് അദ്ദേഹം വണ്ടി അടുക്കളയുടെ അടുക്കൽ നിർത്തിയിട്ട് വണ്ടിയുടെ ഡോർ തുറന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു പിക്കപ്പ് വാനാണ്. അതിൽ ആ വാഹനം നിറച്ച് നമ്മളൊരു പുതിയ കട തുടങ്ങുകയാണെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ വേണോ അതുപോലെ നിത്യോപയോഗ സാധനങ്ങളെല്ലാം, അരി, പഞ്ചസാര, എണ്ണ എന്ന് വേണ്ട എല്ലാം ഹോൾസെയിലായിട്ട് ആ വാഹനം നിറച്ച് ആശ്രമത്തിലേക്ക് വേണ്ട സാധനങ്ങളുമായിട്ടാണ് അദ്ദേഹം അന്ന് വന്നത്. ഇതേപോലെ ഒരുപാട് പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളും ഒക്കെ അഭിമുഖീകരിച്ച സാഹചര്യങ്ങളിലെല്ലാം ഞാൻ ചെയ്തത് കർത്താവിൻ്റെ സന്നിധിയിൽ ആ ആവശ്യങ്ങളെല്ലാം ആ ദിവസം അർപ്പിക്കുന്ന വിശുദ്ധ ബലിയിൽ സമർപ്പിക്കും. കർത്താവ് എല്ലാം സാധിച്ചു തന്ന അനുഭവമാണ് എനിക്കിന്നേ വരെയുള്ളത്. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ.